ഞാൻ കണ്ട പോലെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിതും ഖലീല, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബകൈതും കസീറ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. എല്ലാ അഹ്കാമുകളും ഭൂമിയിൽ ഇറങ്ങിയതാണ്. എല്ലാം ഭൂമിക്കാ വന്ന്. സകാത്ത് കൊടുക്കണമെന്ന് ഭൂമിക്ക് വന്ന വഹയാണ്. ഹജ്ജ് ചെയ്യണം ഭൂമിയിലേക്ക് വന്നതാ. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. റമളാൻ മാസം നോമ്പ് നോൽക്കണം. ഭൂമിയിലേക്ക് വന്ന വഹയാണ്, ഭൂമിയിലേക്ക് വന്ന കൽപ്പനയാ. പക്ഷെ ആകാശത്തേക്ക് നബിയെ കൊണ്ടുപോയി അവിടുന്ന് കൊടുത്തതാ നിസ്കാരത്തിന്റെ വിഷയം. അതാണ് അത്ഭുതം. നിസ്കാരം അവിടെ കൊണ്ടുപോയി കൊടുത്തതാ. ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ കണ്ടപ്പോ ഒന്ന് കൊടുത്തു, അല്ല വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളൊരു സമ്മാനം ഒരാൾക്ക് കൊടുക്കുന്നത് വ്യത്യാസമല്ലേ? അങ്ങനെ കൊടുത്ത സംഗതിയാ. അതിലൊരു പഠിക്കാനൊരു പാഠമുണ്ട്. നിബിതങ്ങൾക്ക് അല്ലാഹു സമ്മാനം കൊടുത്ത് എത്ര വക്ത് നിസ്കാരം എത്രയായിരുന്നു? 50. ആ ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 50 കൊടുത്തു. ആരെ കണ്ടു വഴിയിൽ? സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി നബിതങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് നബിതങ്ങളും മൂസ നബിക്കിടയിൽ എത്ര പ്രാവശ്യം പോയി? 9 പ്രാവശ്യം. അങ്ങനെ 50 എത്രയായി ചുരുങ്ങി? 5 ചുരുങ്ങി. എന്റെ ചോദ്യം, ഇത് അള്ളാഹ്ക്ക് ആദ്യം 5 കൊടുത്തുകൂടായിരുന്നോ? എന്റെ അള്ളാഹു ആദ്യം 50 കൊടുത്തത്? അള്ളാഹ്ക്ക് അറിയില്ലേ നബിതങ്ങൾ കാണും മൂസ നബിയെ? നമ്മളെപ്പോഴാണ് മരിക്കണം എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? നിബിതങ്ങൾ മൂസനബിയെ കാണുന്ന അള്ളാഹ്ക്ക് അറിയില്ലേ? ഇന്ന് പിന്നെ ആദ്യമേ 50 കൊടുത്താൽ പോരായിരുന്നു? എന്തിനാ നിബിതങ്ങളെ നടത്തിയത്? 5 ചുരുക്കി. തിൽക ഖംസുൻ ബിഖംസീൻ. നബിയെ, ഇത് 5 വക്ത് നിസ്കാരാണ് കേട്ടോ, പക്ഷെ ഇതിന് 50 നിസ്കാരത്തിന്റെ കൂലി ഞാൻ തരും എന്ന് അള്ളാഹു പറയുമാർ. എന്തിന് 50 ആദ്യമേ കൊടുത്തു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കിക്കണോ? പണ്ട് ജുഹ അത് പറയാൻ പോയൊരു കഥ പറയാറുണ്ട്. ജുഹ എന്ന് പറഞ്ഞ അറബിയിലെ ഒരു തമാശക്കാരുണ്ടല്ലോ, തുർക്കിക്കാരനാ ജുഹ. അല്ല, വേദ പറയാൻ നിന്നിട്ട് ഞാൻ എന്താ പറയാൻ പോണത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അറിയില്ല മൂല്യരെ പറഞ്ഞേരി, ഈ വിവരമില്ലാത്ത നിങ്ങളോട് ഞാൻ പറയില്ല എന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം വന്നിട്ട് ചോദിച്ചു, അടുത്ത ജുമയ്ക്ക് പ്രസംഗണ്ടേ, ഞാൻ എന്താ പറയാൻ പോണ നിങ്ങൾക്ക് അറിയോ? അറിയും. ഇത്ര വിവരമുണ്ടെങ്കിൽ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അടുത്ത ആഴ്ച വന്ന് ചോദിച്ചു എന്നാ. ഒരു കൂട്ടത്തിൽ ഇത് 2 മൂല്യര് വേദ പറയാൻ പോയ വിഷയമാണല്ലോ. അപ്പൊ ഒരു കൂട്ടർ ഞങ്ങൾ അറിയുന്ന പറയാം, നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞേക്ക്. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയും. നിങ്ങൾക്കറിയോ? ഞങ്ങൾക്കറിയില്ല. എന്നാ അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞിടത്തോളം പോകാൻ പോയിന്ന. സുബ്ഹാനല്ലാഹ്. ഈ വിഷയങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ നബിതങ്ങൾക്ക് എന്തിനായി 50 കൊടുത്തത്? എന്തിനായി 5 ചുരുക്കിയത്? ആദ്യം കൊടുത്തുകൂടായിരുന്നോ? ഉലമാ പറയാൻ വലിയ അത്ഭുതകരമായൊരു വിഷയമുണ്ട്. ഒരു നിസ്കാരം നിർവഹിക്കാൻ 5 വക്ത നിസ്കാരത്തിൽ ഒരു നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് ആവറേജ് ഏകദേശം ബാങ്ക് കൊടുക്കുക, അപ്പൊ ജോലിയൊക്കെ നിർത്തിവെക്കുക, കൈ വെക്കുക, അത് ബാത്റൂം പോകണമെങ്കിൽ ബാത്റൂം പോവുക, ഉദു എടുത്ത് വൃത്തിയായി നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി സുന്നത്തൊക്കെ നിസ്കരിച്ച് ഫർദ് നിസ്കരിച്ച് അതിന്റെ ശേഷം സുന്നത്തും കഴിഞ്ഞ് പോരാൻ ഒരാൾക്ക് 20 മിനിറ്റ് വേണമെന്ന. ഉസ്താദ് എനിക്ക് 2 മിനിറ്റ് കൊണ്ട് അത് മുഴുവൻ ചെയ്യുമെന്ന് പറയുന്നവരുണ്ടാവും ചിലപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ. ഒരു ആവറേജ് അള്ളാനെ പേടിയുള്ള മനുഷ്യൻ നിസ്കരിക്കണമെങ്കിൽ 20 മിനിറ്റ് വരുന്ന. എങ്ങനെ? ഈ നിസ്കാരത്തിന്റെ ഒരുക്കങ്ങളും സുന്നത്തൊക്കെ കൂട്ടിയാലേട്ടോ. അപ്പൊ 5 വക്ത നിസ്കാരത്തിന് എത്ര സമയം, എത്ര മിനിറ്റ് വേണം? 100 മിനിറ്റ് വേണം. 50 വക്ത നിസ്കാരത്തിന് എത്ര മിനിറ്റ് വേണം? 1000 മിനിറ്റ് വേണം. അല്ലേ? ശരിയല്ലേ? കണക്കിൽ പണ്ടേ നമ്മള് മോശമാണോ? അങ്ങനെയാണോ? ഇപ്പൊ ഉഷാറല്ലേ? 5 വക്ത നിസ്കാരത്തിന് 100 മിനിറ്റ്, 50 വക്ത നിസ്കാരത്തിനോ 1000 മിനിറ്റ്. 1000 മിനിറ്റ് വേണമെന്ന് മനസ്സിലായി അല്ലേ? ഒരു മനുഷ്യൻ ജീവിതത്തിൽ 24 മണിക്കൂറാണ് നമ്മളൊരു ദിവസം. 24 മണിക്കൂർ. 24 മണിക്കൂറിൽ 7 to 8 മണിക്കൂർ ഒരു മനുഷ്യൻ വിശ്രമിക്കണമെന്ന, ഉറക്കായിട്ടും വിശ്രമമായിട്ടും വേണമെന്ന. ഒരു 8 മണിക്കൂർ നല്ല ആരോഗ്യകരമായ നിലനിൽപ്പിന് എത്ര വേണമെന്നാണ്. അപ്പൊ 24 എത്ര മണിക്കൂറേ ബാക്കിയുള്ളൂ? 8 പോയാൽ അല്ലെങ്കിൽ 7 പോയാൽ ഒരു 16 മണിക്കൂർ, 16.5 അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം 16.5 മണിക്കൂറാണ്. ഇനി 1000 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1000 മിനിറ്റ് വേണ്ട 50 വക്ത് നിസ്കരിക്കണമെങ്കിൽ 50 വക്ത് നിസ്കാരം അല്ലാഹു ഫർളാക്കിയിരുന്നെങ്കിൽ 1000 മിനിറ്റ് നിസ്കരിക്കാൻ തന്നെ വേണം. അപ്പൊ 1000 മിനിറ്റ് എത്ര മണിക്കൂറാണ്?
കൂട്ടിക്കോളി, കാൽക്കുലേറ്റർ കൂട്ടിക്കോളി. അറിയോ? പറഞ്ഞേരി കിട്ടിയവര് 16 പോയിന്റ് സംതിങ്. 16 പോയിന്റ് എത്ര? 6 സംതിങ്. അപ്പൊ 16.5 മണിക്കൂർ വേണം 50 വക്ത് നിസ്കരിക്കാൻ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഉണർന്നാൽ മുഴുസമയവും നിസ്കാരത്തിലാണെന്ന ബോധത്തിൽ ജീവിക്കണം കേട്ടോ. ഇത് പഠിപ്പിക്കാനാ 50 വക്ത് കൊടുത്തത്. 5 വക്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടല്ലേ, ഞാൻ അള്ളാന്റെ അടുത്ത് ഫ്രീ ആയി എനിക്ക് തോന്നിയത് ചെയ്യാം. അല്ല, പള്ളിയിൽ ചെല്ലുമ്പോൾ നീ കണ്ണ് സൂക്ഷിക്കണില്ലേ? പള്ളിയിൽ ചെല്ലുമ്പോൾ നാവ് സൂക്ഷിക്കുന്നില്ലേ? പള്ളിയിൽ ചെല്ലുമ്പോ കൽബ് സൂക്ഷിക്കണില്ലേ? അള്ളാഹിനെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്? എങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും നീ അള്ളാന്റെ മുമ്പിലാണ്. 50 വക്ത് നിനക്ക് തന്ന പോലെ 50 വക്തെങ്ങാനും അള്ളാഹു തന്നിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ നിസ്കരിക്കേണ്ടി വരും. 16.5 മണിക്കൂർ വേണം 5 വക്ത് നിസ്കരിക്കാൻ. അത് നീ ഉണർന്നിരിക്കുന്ന സമയമാണ്. അതിനർത്ഥം ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും അള്ളാഹുവിന്റെ മുമ്പിലാണ് നീ ജീവിക്കുന്നത് എന്ന ബോധം വേണം കേട്ടോ. ഇത് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖിന് 50 അള്ളാഹു കൊടുത്ത് 5 ആക്കി ചുരുക്കിയത്. 5 വക്താണ് നബിയെ, പക്ഷെ 50ന്റെ കൂലി ഞാൻ കൊടുക്കും. ആരാ? പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, റബ്ബേ നിന്റെ ഔദാര്യം. പള്ളിക്ക് മുമ്പ് ഒരുപാട്, പള്ളിയുടെ പുറത്ത് ഒരുപാട് ഔദാര്യമുണ്ടല്ലോ റബ്ബേ, നിന്റെ ഔദാര്യം നീ എനിക്ക് തരയണമേ. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, കടക്കുമ്പോ നിന്റെ റഹ്മത്തിൽ നീ താപടച്ചവനെ എന്ന് പള്ളിന്റെ ഉള്ളിലേക്ക്, പുറത്തു പോകുമ്പോ ഔദാര്യം തരയണമേ. ഉള്ളിലും പുറത്തും അല്ലാഹുവിന്റെ പ്രീതി കിട്ടാനും കൂലി കിട്ടാനും ഒരുപാട് ഇബാദത്തിന്റെ അവസരങ്ങളുണ്ട്. ഇത് പഠിപ്പിക്കാനാണ് 50 വക്ത് അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു കൊടുത്തതെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നിസ്കാരം നിലനിർത്തുന്നവരാക്കി അല്ലാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തിരുസന്നിധാനം, അള്ളാഹുവിന്റെ തിരുദാത്ത് നബിതങ്ങൾ കണ്ടു. കൈഫ വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാ നമുക്കറിയില്ല, പക്ഷെ നബിതങ്ങൾ കണ്ടു. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അൻ-നഈമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലൽ ഇഅ്തിസാലി. ഇസ്ലാമിൽ പിഴച്ചുപോയൊരു വിഭാഗമുണ്ട്, മുഅ്തസിലി എന്ന് പറയുന്നവരെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് പുറത്തുപോയവരെ. അവരുടെ വിശ്വാസപ്രകാരം അല്ലാഹുവിനെ കാണാൻ കഴിയില്ല എന്നാൽ അല്ലാഹുവിനെ കാണാൻ സാധിക്കുമെന്ന് മുത്തുനബി തന്നെ പറഞ്ഞുവല്ലോ. ഇന്നകും സതറൂന റബ്ബകും കമാ തറൂനൽ ഖമറ ലൈലത്തൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ എത്ര മനോഹരമായി നിങ്ങൾ കാണുന്നുണ്ടോ, തിക്കും തിരക്കും കൂടാതെ, അങ്ങനെ നാളെ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെ? എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ കാണാൻ പറ്റും. അള്ളാഹുവിന്റെ നൂറിന്റെ സിത്ർ അല്ലാഹു, ആ മറയല്ലാഹു നീക്കി തന്നാൽ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കാണാൻ സാധിക്കുന്ന സ്വർഗത്തിലെ മണ്ഡലമാണ് ഇല്ലീൻ എന്ന് പറയുന്ന ലോകം. അവിടേക്ക് എത്താൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നിബിതങ്ങൾ, പരിശുദ്ധമായ നിബിതങ്ങളുടെ കാലുകൊണ്ട് സ്വർഗം നിബിതങ്ങൾ കണ്ടിട്ടുണ്ട്. നിബിതങ്ങൾക്ക് അള്ളാഹു കൊടുക്കാൻ പോകുന്ന കൊട്ടാരം നിബിതങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ എന്റെ പിന്നിൽ ഒരു കാലൊച്ച കേട്ടു. ഞാനത് നോക്കുമ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, എമ്പാടും ക്ഷമിച്ചിരുന്ന റുമൈസ ബീവിയെ ഞാൻ അവിടെ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ കണ്ടു അവിടെ ഒരു കൊട്ടാരം. അവിടുന്ന് ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്റു, ഈ കൊട്ടാരം ആരുടേതാണ്? അവർ പറഞ്ഞു, ലി ഉമറ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. കൊട്ടാരവും അതിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി നിൽക്കുന്നുണ്ട്. ആർക്കാണത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഞങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ആ കൊട്ടാരം ഒന്ന് വാതിലൊക്കെ ഒന്ന് തുറന്ന് അതിന്റെ ഉള്ളൊക്കൊന്ന് കണ്ട് ഒന്ന് വിസ്തരിച്ച് കണ്ടാലോ എന്ന് ഞാൻ കൊതിച്ചുപോയി. ഉമറേ, നിങ്ങൾ വല്ലാത്ത ഗീറത്ത് ദേഷ്യമുള്ള ആളാണല്ലോ, അതോർത്തുകൊണ്ട് ഞാൻ കടന്നില്ല. സ്വകന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഉമറേ, കയറിയാലോ എന്ന് ഞാനൊന്ന് കൊതിച്ചിരുന്നു. യാ റസൂലല്ലാഹ്, നബിയേ, അലൈക അഗാറു യാ റസൂലല്ലാഹ്, അങ്ങേക്ക് കയറിക്കൂടായിരുന്ന നബിയേ, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ റസൂലേ? ആര് ചോദിച്ചു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
നടക്കാൻ പോകുന്ന സംഗതികൾ നടന്നതായി നബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്ത യാത്രയാണ് ഇസ്രാവും മിഅ്റാജും. നബിതങ്ങൾ ഒരു കാഴ്ച കൂടെ കണ്ടു, ഒരു സ്വഹാബിയെ കൂടെ കണ്ടു. ആ സ്വഹാബി മദീനയിലേക്ക് എത്തിയപ്പോൾ, മിഅ്റാജ് കഴിഞ്ഞ് മക്കയിലേക്ക് എത്തിയപ്പോൾ ആ സ്വഹാബി നബിയുടെ കൂടെയുണ്ട്. പക്ഷേ ആ സ്വഹാബിയെ നബിതങ്ങൾ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സ്വഹാബി തൊലിനിറമുള്ള സ്വഹാബിയായിരുന്നില്ല. ആ സ്വഹാബിയാണ് അന്നൊരിക്കൽ മക്ക ഫതഹ് നടക്കുമ്പോൾ കഅബയുടെ ചുമരുകൾ ചവിട്ടിക്കയറി ആദ്യമായി മക്കയിൽ വാങ്ക് വിളിച്ചത് ഈ സ്വഹാബിയാണ്, മറ്റാരുമല്ലല്ലോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാലേ സബഖ്തനീ യാ ബിലാൽ, ബിലാലേ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്, ഞാൻ എത്തുന്നതിന്റെ മുമ്പേ നിങ്ങൾ അങ്ങോട്ട് എത്തിയല്ലോ. നബിതങ്ങൾ എത്തുന്നതിന് മുമ്പേ എത്തിയതോ നബിയല്ലേ. അവ്വലു മൻ യദ്ഖുലുൽ ജന്നത അന, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് ഞാനാണെന്ന് നബി പറഞ്ഞില്ലേ. പിന്നെങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു എത്തിയത് എന്ന് ഉലമാ ഈ ഹദീസുകളെ തത്ബീഖ് ചെയ്യും. ഒരു കണ്ണും കാണുമ്പോഴേക്കും ഒരു ഹദീസ് കാണും, അങ്ങ് വിളിച്ചു പറയാൻ പറ്റൂല. അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് നോക്കിയിട്ട് അവരർത്ഥം പറയാ. ബിലാൽ തങ്ങൾ പോകുന്നത് സബ്ഖു ഖിദ്മത്തിൻ, നബിതങ്ങൾക്ക് സേവനം ചെയ്യാൻ വേലക്കാരൻ ആദ്യം പോവണ്ടേ എന്നല്ലാതെ ലാ സബ്ഖു ഷറഫിൻ, ആദ്യമേ പോകുന്ന മഹത്വം നബിക്ക് തന്നെ. ഒരു VIP വരുന്നുണ്ടെന്ന് വിചാരിക്കുക, അയാളുടെ അംഗരക്ഷകർ ആദ്യം വന്ന് ഇവിടെ പരിശോധിക്കൂലേ എന്ന പോലെ ഹബീബ് കടക്കാൻ ചെല്ലുമ്പോൾ നബിതങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി കൊടുക്കാനുള്ള പോക്കാണത്. അങ്ങനെ ആദ്യം പോകുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിമ സബഖ്തനീ യാ ബിലാൽ, ബിലാലേ നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് മുമ്പേ സ്വർഗ്ഗത്തിലെത്തിയതെന്ന നബിയുടെ ചോദ്യത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത് എന്നതിന് മറുപടി, ഞാനൊന്നും ചെയ്തില്ല നബിയെ, ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം, എപ്പോൾ എനിക്ക് ഉളു മുറിയുന്നുണ്ടോ ഉടനെ ഞാൻ ഉളു കൊടുക്കും. ഒന്ന് ബാത്റൂമിൽ പോയാൽ വുദു എടുത്ത് പുറത്തു വരും, വാഹനത്തിൽ പോകുമ്പോൾ വുദു ഉണ്ട്, നടന്നു പോകുമ്പോൾ വുദു ഉണ്ട്. എപ്പോഴും 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ വുദുവിന്റെ അവസ്ഥയിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റൂലേ. ഞാൻ നബിയെ എപ്പോൾ വുദു മുറിഞ്ഞാലും ഞാൻ ഉടനെ വുദു എടുക്കാറുണ്ട്. വുദു എടുത്തു കഴിഞ്ഞാൽ ഇന്ന ലില്ലാഹി അലയ്യ റക്അത്തിൻ നുസല്ലിഹാ, അല്ലാഹുവിന് വേണ്ടി 2 റക്അത്തോ അതിലേറെയോ നിസ്കരിക്കാറുമുണ്ട് നബിയെ. വുദു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. കറാഹത്ത് നിസ്കാരം കറാഹത്തുണ്ട് എന്ന് പറഞ്ഞ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ വുദു എടുത്തു, 2 റക്അത്ത് അപ്പോൾ നിസ്കരിക്കുക. അസ്ർ കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് വരെ മുത്തലഖ് സുന്നത്തുകളില്ലെന്നാണ്. പക്ഷെ ഒരാൾ വുദു എടുത്തു കഴിഞ്ഞാൽ വുദുവിന്റെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. ഖബലിയായ സബബുകൾ ഉള്ളതൊക്കെ നിസ്കരിക്കാൻ പറ്റുമല്ലേ നമ്മുടെ മസാല. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബിയെ ഞാൻ എപ്പോഴും വുദു ചെയ്യാറുണ്ട്, വുദു ചെയ്തു കഴിഞ്ഞാൽ 2 റക്അത്ത് ഞാൻ ഉടനെ നിസ്കരിക്കും. അതാണ് ബിലാൽ എന്നവരെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കടത്താൻ കാരണമായ അമൽ, അള്ളാഹുവിന് ഇഷ്ടമായത് നിങ്ങളുടെ ആ വുദൂവും അതിനെ തുടർന്ന് നിങ്ങൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരവുമാണെന്ന് പരിശുദ്ധ നബിയോട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾ വിഐപികൾ കടന്നു പോകുന്ന കാഴ്ച നബി തങ്ങൾ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബും അനുയായികളും സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ സിറാത്തും മീസാനും നബി കാണിക്കപ്പെട്ടു. ശരീഫുൽ അഖ്ലാം ഇസ്തവൈ ഇർതഫഅതു ഇലാ മുസ്തവൻ സമഅതു ഫീഹി ശരീഫുൽ അഖ്ലാം, അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഗതികൾ രേഖപ്പെടുത്തുന്നവരുടെ എഴുത്ത് നടക്കുന്ന സ്ഥലവും ഞാൻ കണ്ടു. ഞാൻ ശരീഫുൽ അഖ്ലാം പേനകൾ എഴുതുന്ന ശബ്ദം എന്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വല്ലാത്തൊരു യാത്ര കഴിഞ്ഞിട്ടാണ് 7 ആകാശങ്ങളും കയറി ചെന്ന് അല്ലാഹുവിന്റെ അത്ഭുത ലോകം കണ്ട് ഇത് സിദറയെ അലങ്കരിക്കുന്നതെല്ലാം ഒന്ന് അലങ്കരിച്ചപ്പോ, സിദറ എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്, സ്വർഗലോകത്തെ വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ആ സിദറത്തുൽ മുൻതഹായുടെ അടിവേരുകളിൽ നിന്ന് 4 നദികൾ പുറപ്പെടുന്നതും ഞാൻ കണ്ടു. നെഹ്റാനി ഫിൽ ജന്ന വ നെഹ്റാനി ഫിൽ അർള്, 2 നദികൾ സ്വർഗത്തിലേക്ക് ഒഴുകുന്നുണ്ട്, 2 നദികൾ ഭൂമിയിലേക്കും ഒഴുകുന്നുണ്ട്. അതാണ് അത്ഭുതം. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസുകളാണിത്. സ്വഹീഹ് മുസ്ലിമുകളിലുണ്ട്, നമ്മുടെ സുനനുകളിലുണ്ട്, സുഹാഹുകളിലുണ്ട്. സ്വർഗത്തിൽ നിന്നും സിദ്റത്തുൽ മുൻതഹായുടെ മുരടിൽ നിന്ന്
രണ്ടെണ്ണം ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ടെണ്ണമുണ്ട്. ഭൂമി എവിടെയാ കിടക്കുന്നത്? ആകാശലോകങ്ങൾ എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ പോലും സിദ്റത്തുൽ മുൻതഹ എന്ന അള്ളാഹുവിന്റെ സവിശേഷമായ ആ ഒരു വൃക്ഷവുമായി കണക്ഷനുള്ള രണ്ട് നദികൾ ഭൂമിയിൽ ഒഴുകുന്നുണ്ട്. ആ രണ്ട് നദികൾ ആരാ? ഏതൊക്കെയാണെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നത്? അന്നീലു വൽ ഫുറാത്ത്. ഒന്ന് നൈൽ നദിയാണ്, മറ്റേത് യൂഫ്രട്ടീസ് നദിയാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൈബിയായ ഒരു വിവരമാണ്, അള്ളാഹു നൽകുന്ന വിവരമാണ്. നൈൽ നദിയുടെ ഉറവിടം അങ്ങ് ഉഗാണ്ടക്കടുത്തുള്ള വിക്ടോറിയ തടാകത്തിൽ നിന്നല്ലേ എന്ന് ചോദിക്കണ്ട. ആ തടാകത്തിന്റെ ഉള്ളിൽ ഈ നദിയുടെ വെള്ളം എവിടെ നിർഗളിക്കുന്നുണ്ടോ അതിന്റെ നിർഗമന സ്ഥാനത്ത് അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകവുമായി അതിന് ബന്ധമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല. യൂഫ്രട്ടീസ് ഉണ്ട്, വൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിയുണ്ട്. അത് ഇറാഖിലൂടെ ഒഴുകുന്ന നദിയല്ലേ യൂഫ്രട്ടീസും ടൈഗ്രീസും? യൂഫ്രട്ടീസ് പുണ്യനദിയാണ്. യൂഫ്രട്ടീസിന്റെ ഉറവിടം അങ്ങകലെ ക്രൊയേഷ്യയുടെ മേൽഭാഗത്ത് തുർക്ക്മാനിസ്ഥാനിലേക്ക് പോകുന്ന വഴിയിൽ ഇറാനിന്റെ മേൽഭാഗത്ത് നിന്ന്. എന്നാൽ ആ നദിയുടെ ഉറവിടത്തിന് സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത് അൻ കൻസിൻ മിൻ ദഹബിൻ. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ 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 ബാരലുകൾ, സ്വർണത്തിന്റെ പില്ലറുകൾ കിട്ടുമെന്നാണ്. സ്വർണത്തിന്റെ വലിയ വലിയ തൂണുകൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കിട്ടുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈ യൂഫ്രട്ടീസ് നദി, അതിന്റെ ഉറവിടം സ്വർഗ്ഗലോകത്തെ സിദ്റത്തുൽ മുൻതഹയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആ നദി ഇന്ന് ഇറാഖിലൂടെ ഒഴുകുന്ന നദി, അവിടുന്ന് സ്വർണം കിട്ടുമെന്നാണ്. വിസിട്ടൊന്നും ആലോചിക്കണ്ട. ആ സ്വർണം നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. പടച്ചോനെ, സ്വർണ്ണം ഒന്ന് അങ്ങോട്ടായിക്കോട്ടെ, വിസ ആണല്ലേ, നമ്മളോട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലം. നിങ്ങൾക്കത് വേണ്ട, അത് നിങ്ങൾക്ക് വേണ്ട. അത് എടുക്കാൻ വേണ്ടി തിക്കും തല്ലും തിരക്കും കൂടുന്ന ആളുകൾ വരാനുണ്ട്. അങ്ങനെ ലോകത്തെ സമ്പത്ത് ഒരുപാട് ക്രമാതീതമായി സമ്പത്തിന്റെ ഫ്ലോ, അതിന്റെ ഒഴുക്ക് സംഭവിക്കുമെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന നദിയാണ് ഫുറാത്ത് എന്ന് പറയുന്ന നദി. നൈലാണെങ്കിലോ അമ്പിയാക്കന്മാർ കുളിച്ചതവിടെ ാണ്. അമ്പിയാക്കന്മാർ വുദു എടുത്ത ഒരുപാട് നബിമാർ വുദു ചെയ്ത് അംഗസ്നാനം ചെയ്ത നദിയാണ് നൈൽ. അവിടെയാണല്ലോ മൂസ നബി അലൈഹിസ്സലാമിനെ ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസ നബി അലൈഹിസ്സലാമിനെ ഒഴുക്കി വിട്ടത് ആ കുഞ്ഞായിരുന്ന സമയത്ത് ഓളങ്ങൾ ഏറ്റെടുത്തത് ഈ നൈൽ നദിയാണ്. ഇത് രണ്ടും സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ടെന്ന് മിഅ്റാജിന്റെ ചരിത്രം പറഞ്ഞപ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി നമ്മൾ സംക്ഷിപ്തമായി ഇതിനെ ബ്രീഫ് ചെയ്യുകയാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി. നബിയേ, രണ്ട് ലോകങ്ങളുടെയും നേതാവായ നബിയേ, സമുദായങ്ങൾക്ക് മുഴുവനും നേതാവായ നബിയേ, ക്രിസ്തീയ മതത്തെയും ജൂതമതത്തെയും മറികടന്ന് ഇസ്ലാം മുമ്പിലെത്താൻ പോകുന്നുണ്ടെന്നാണ് മസ്ജിദുൽ അഖ്സായിൽ ഇമാമായി അങ്ങ് നിസ്കരിച്ചതിന്റെ അർത്ഥം അതാണ്. അങ്ങാണ് ലീഡർ, അങ്ങയുടെ പിറകിലാണ് ഈസ നബിയും മൂസ നബിയും. ഈസ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ വരവിൽ ഈസ നബി ഇവിടെ പ്രബോധനം ചെയ്യുന്നത് ഇഞ്ചീലല്ല, ഈസ നബി പഠിപ്പിക്കുന്നത് ബൈബിളല്ല. ഈസ നബി പഠിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, അങ്ങാണല്ലോ അമ്പിയാക്കന്മാരുടെ ഇമാം, അങ്ങാണല്ലോ പ്രവാചകന്മാരുടെ ഇമാം, അങ്ങാണല്ലോ എല്ലാവർക്കും നേതാവ്. നിഗാഹേ ഇഷ്ക് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വഹ വഹി യാസീൻ. ലോകത്തിന് നേതാവായി വരാൻ പോകുന്ന, ആകാശലോകം വരെ മുട്ടാൻ പോകുന്ന അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു നബി മാത്രം, മുഹമ്മദ് റസൂലുള്ളാഹ്. മൂസ നബി റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, സദായലൻ തറാനി സുൻകെ. മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ മറുപടി, ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല മൂസ നബിയെ. ലൻ ലിത്തഅബീദി,
ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, ഈ ലോകത്ത് വെച്ചൊരിക്കലും സാധ്യമല്ല എന്ന്. ലൻ ചറാനി, മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് ആ മറുപടി കൊടുത്ത റബ്ബാണ് നബിയെ നിങ്ങൾ ഇങ്ങോട്ട് വരും നബിയെ, നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയാണ്. ആ ഹബീബിന്റെ പുണ്യമാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നബി തങ്ങൾ ചെയ്ത യാത്രയുടെ ഈ മഹാത്ഭുതങ്ങൾ അല്ലാഹു നബിയെ കൊടുത്ത നബിക്ക് അലങ്കാരമായി ചാർത്തിക്കൊടുത്ത സ്ഥാനമാനങ്ങളല്ലോ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലം. ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് അങ്ങ് പോയല്ലോ നബിയേ. വബിത്ത തർഖാ ഇലാ അന്നിൽത മൻസിലതൻ, അങ്ങ് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടേ പോയല്ലോ നബിയേ. ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക വലം തുറമി. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത്, ഒരാൾക്കും മോഹിക്കാൻ സാധിക്കാത്ത സ്ഥാനത്തേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയല്ലോ നബിയേ. വഖദ്ദമതക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദമി. അങ്ങയെ അമ്പിയാക്കന്മാർ സ്വീകരിച്ചല്ലോ നബിയെ, അങ്ങയെ ആനയിച്ചുവല്ലോ, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്തുവല്ലോ അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ മലാഖമാർ. വഅൻത തഖ്തരിഖു السبع الطباق بهم في موكب كنت صاحب العالمين. നബിയെ അങ്ങ് ഏഴാകാശങ്ങളും കയറിപ്പോകുമ്പോൾ ആ യാത്രാ സംഘത്തിന്റെ അമീർ അങ്ങായിരുന്നുവല്ല നബിയെ. അങ്ങാണല്ലോ ആ യാത്രയുടെ അമീർ. അതിൽ അമ്പിയാക്കന്മാരുണ്ട്, അതിൽ പ്രവാചകന്മാരുണ്ട്, അതിൽ അല്ലാഹുവിന്റെ മാലാഖമാരുണ്ട്. ഇദാ ലം തദ ശഅവൻ ലിമുസ്തബിഖിൻ മിനദ്ദുനൂഇ വലാ മർഖാലി മുസ്തനിമി. ഇനി ഒരാൾക്കും കടന്നു പോവാൻ പറ്റാത്ത അത്രമേൽ ഉയരങ്ങളിലേക്ക് അല്ലാഹു നിങ്ങളെ ഉയർത്തിയ രാവാണല്ലോ മിഅ്റാജ്. അതുകൊണ്ടാണ് ഇഖ്ബാൽ പാടിയത്, ഈ രാത്രി നാളത്തെ പകലിന് സുജൂദ് ചെയ്യുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ ആകാശലോകത്തെ നക്ഷത്രങ്ങൾ ആനന്ദത്തുന്നിലരായി നൃത്തമാടിയ ഒരു രാവാണിത്. ഞങ്ങളിലൂടെ ഞങ്ങളുടെ ലോകത്തുകൂടെയല്ലോ ആ തിരുനബി കടന്നുപോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്തറേ शाम की आती है फलक से आवाज, सजद करती है जिसे सहर वो है आज की रात. रहे एक गाम है हिम्मत के लिए अर्शे बरीन, कह रही है ये मुसलमान से मिअराज की रात. അതുകൊണ്ട് നിസ്കാരം മിഅറാജായി മാറട്ടെ. അല്ലാഹുവിലേക്കുള്ള യാത്രയാണ് നിസ്കാരം. മിഅറാജിൽ പോയി വന്ന പോലെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സലാം വീട്ടുമ്പോഴേക്കും നിസ്കാരത്തിലൂടെ അല്ലാഹുവിന്റെ സന്നിധാനം കണ്ടുവരുന്ന പോലെ അല്ലാഹുവിന്റെ മുമ്പിലാണ് ആ തക്ബീർ ചൊല്ലുന്നത്. അത്തഹിയാത്തിരിക്കുമ്പോൾ പറയുന്ന വാക്കതാണ്. അല്ലാഹുവിനെ കണ്ടപ്പോൾ നിബിതങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞ സലാമാണ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ ദിവസവും നമ്മൾ മിഅ്റാജ് ഓർക്കുന്നുണ്ട്. അത്തഹിയാത്തിലിരിക്കുമ്പോ അത്തഹിയാത്തു എല്ലാ തിരുമുൽ കാഴ്ചകളും, അത്വയ്യിബാത്ത് തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവേ നിനക്കാണ് എല്ലാ തിരുമുൽ കാഴ്ചകളും എന്ന് പറഞ്ഞപ്പോ ആ സലാമിന് അല്ലാഹു പറഞ്ഞ മറുപടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ നബിയെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ടല്ലോ. അപ്പോൾ നബി നമ്മൾ മറന്നിട്ടില്ല. നബിയുടെ മറുപടി എന്താണ്? അല്ലാഹുവേ എനിക്ക് മാത്രം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്കും നിന്റെ എല്ലാ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും നിന്റെ രക്ഷ വേണം അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ ഓരോ ദിവസവും അത്തഹിയാത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്താണ്, അല്ലാഹുമായുള്ള സംഭാഷണമാണ്. ഖൽബ് അല്ലാഹുവിലേക്ക് കൊടുത്ത് 5 നേരത്തെ നിസ്കാരം 50 വക്താക്കിയതിന്റെ യുക്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 5ന് കൂലി 50 നഷ്ടപ്പെടുത്തല്ലേ. അസ്വലാ അസ്വലാ അസ്വലാ. ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്ന അവസാനത്തെ പ്രഭാഷണത്തിലും നിബിധങ്ങൾ പറഞ്ഞ വാക്കതാണ്, നിസ്കാരം ഒഴിവാക്കല്ലേ.
നിസ്കാരം ഒഴിവാക്കല്ലേ, നിസ്കാരം ഒഴിവാക്കല്ലേ. ഇത് അല്ലാഹുവിന് വേണ്ടി കൃത്യമായി മനസ്സാന്നിധ്യത്തോടുകൂടെ ചെയ്യുന്ന നിസ്കാരമാണെങ്കിൽ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, നിങ്ങളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചാൽ നിങ്ങൾ വ്യഭിചരിക്കൂല, നിങ്ങളുടെ നാവുകൊണ്ട് അസഭ്യം പറയില്ല, നിങ്ങൾ തോന്നിവാസം ചിന്തിക്കുകയില്ല, നിസ്കാരം ഇതിൽ നിന്നൊക്കെ നിങ്ങൾ അകറ്റുമല്ലോ എന്ന് ഖുർആൻ പറഞ്ഞ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം അനാവശ്യമായതെല്ലാം നമ്മെ അകറ്റി നിർത്തുന്നതാണ്.